ദീപകിന്റെ അമ്മേന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അച്ഛന്റെ സ്പേസ്, അതായത് അച്ഛന്റെ നാണക്കേടുള്ള വിഷമമുള്ള ഫേസുകളാണ് എനിക്ക് കാണാൻ പറ്റില്ല. അച്ഛൻ പൊട്ടിക്കരയുന്ന അങ്ങനത്തെ ഒരു സ്പേസ് അല്ല. അച്ഛന് ഭയങ്കര പ്രശ്നമുണ്ട് ഇതിനെ കുറിച്ച്. അച്ഛൻ എവിടെയോ അറിയാവുന്ന വരെ എനിക്ക് തോന്നുക. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, എന്റെ മോനെ അങ്ങനെ ചെയ്ത് കാണും. ഇങ്ങനത്തെ ഒരു ഫീൽ വരെ എനിക്ക്. സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടെ പക്ഷം പിടിക്കാം. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പക്ഷം പിടിക്കാം, പുരുഷർക്ക് പുരുഷരുടെ പക്ഷം പിടിക്കാം. പക്ഷെ ആദ്യം പിടിക്കേണ്ട മനുഷ്യന്റെ പക്ഷമാണ്. അതായത് മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സ്ത്രീയോട് പച്ചയ്ക്ക് പറഞ്ഞ കണ്ടോ, ആ ദീപകിന്റെ അമ്മയുടെ സങ്കടം മനസ്സിലാവും, അച്ഛന്റെ സങ്കടം മനസ്സിലാകാതെ. കാരണം അച്ഛന്റെ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അയാൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള നാണക്കേട് മുഖേനയുള്ള സൈലന്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് അതിട്ട് അവർ പൊട്ടിച്ചിരിക്കുകയാണ്. എന്തോ മറ്റേ കോമഡി ഷോ കണ്ട കണക്കിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം ഷിംജിത ചെയ്തതിനേക്കാളും വലിയ വിവരക്കേടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. കാരണം സ്ത്രീകളോട് ടോട്ടലായിട്ടുള്ള ആൾക്കാർക്ക് വെറുപ്പ് വരുന്ന രീതിയിലുള്ള കാരണം ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന സ്ത്രീ സമൂഹം എന്ന് പറയുന്ന നാടിന് ഒരു ഗുണവും ചെയ്യത്തില്ല. ഇവരുടെ വേടന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന പറയുന്നുണ്ട്. വൃത്തികേടെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിട്ടുള്ള പ്രസ്താവനയാണ് പറയുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ, ഈ ഫോട്ടോ കണ്ടു നോക്കിയ ശ്രീലക്ഷ്മി അറക്കലും ഇവരും സമൂഹത്തിന് യാതൊരു, അതായത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വർത്താനമല്ല. കാരണം ഇവർക്ക് റീച്ച് കിട്ടാനും ഇവർ ആ ഒരു രീതിയിലേക്ക് ഫേമസ് ആകാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.